കാസർകോട് MDMA കേസിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറന്റ് അപേക്ഷ നൽകി. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ഇനിയും ഒരുപാട് വിവരങ്ങൾ പ്രതികളിൽ നിന്ന് തേടേണ്ടതുണ്ടല്ലോ അല്ലേ? റോഷ്നി, ഒടുവിൽ ഈ കേസിൽ ഒരു അന്വേഷണത്തിൽ ഒരു ചലനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. കസ്റ്റഡി അപേക്ഷ പോലീസ് നാളെ നൽകും. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി പ്രൊഡക്ഷൻ വാറണ്ട് അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. നാളെ ജില്ലാ സെഷൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നാളെ തന്നെ ഈ പ്രതികളെ ഹാജരാക്കാനുള്ള നിർദ്ദേശം നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനായിരിക്കും പോലീസിന്റെ തീരുമാനം. റോഷ്നി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇപ്പോഴും ഈ കേസിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പ്രതികളുടെ പലതരത്തിലുള്ള ലഹരി ഇടപാടിന്റെ പശ്ചാത്തലം, അതിന്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത്. അന്തർ സംസ്ഥാന വിദേശ ബന്ധം ഈ ലഹരിക്കടത്തിൽ ഈ പ്രതികൾക്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകൾ വാങ്ങി കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിതരണം നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഉന്നത ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനും ഉൾപ്പെടെയുള്ളവരുമായുള്ള നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ ഈ പ്രതിപട്ടികയിലുണ്ട്. അപ്പോൾ അത്തരം സ്വാധീനങ്ങൾ, അത്തരം ബന്ധങ്ങളെല്ലാം ഇവർ ഈ ലഹരിക്കടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത്ര വലിയ ലക്ഷങ്ങൾ മുടക്കി ഇവർ ഈ ലഹരി മരുന്ന് ബംഗളൂരുവിൽ നിന്ന് വാങ്ങി. അപ്പോൾ ഇവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിലാണ് ഇടനിലക്കാർ വഴി ഈ ലഹരി മരുന്ന് ഇവർ വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരു ചെറിയ സംഘമല്ല, വലിയൊരു ലഹരി മരുന്ന് റാക്കറ്റാണ് ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അതിന്റെ എല്ലാം ഉറവിടങ്ങൾ കണ്ടെത്താൻ സാധിക്കണം. അതിൽ വിശദമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ആദ്യ പടിയെന്നോണമാണ് പോലീസ് ഇപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോഴും നമുക്കറിയാം, ഈ കേസിൽ നിലവിൽ ചന്ദേര CIക്കായിരുന്നു അന്വേഷണ ചുമതല. ഇപ്പോൾ ചന്ദേര CI സ്ഥലമാറ്റമായതോടെ നീലേശ്വരം CIക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥന് ഇതുവരെ ഈ അന്വേഷണ ചുമതല നൽകിയിട്ടില്ല. ഇത്ര വിശാലമായ അല്ലെങ്കിൽ വിപുലമായ അന്വേഷണം വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കെ പോലും അത്തരമൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോയിട്ടില്ല. അതോടൊപ്പം ഒരു പ്രത്യേക സംഘത്തെ ഇതിൽ രൂപീകരിച്ചിട്ടില്ല. ഒരു SITയെ രൂപീകരിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു, അതുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിനിടെ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകി.